ഞാനിവിടെ വന്നപ്പോ നല്ല പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുഹൃത്ത് മുഹമ്മദിലോട്ട് പലക്കെ പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ വാലക്കാർ എങ്ങനെയുണ്ട് കേട്ടപ്പോ അയാൾ ചൊന്നു അൽഹംദുലില്ലാ ഒരൊറ്റ വാലക്കാരോട് വേണ്ടാത്തരത്ത് കൊണ്ട് വാലക്കാരില്ല ഉസ്താദേ ഇപ്പൊ നന്നോട്ട് പലക്കെ പറഞ്ഞ വിശേഷിക്കട് അൽഹംദുലില്ലാ ഇവിടെ വലിയൊരു മഹാൻ അന്ത്യവിശ്രമം ഹൊന്തുറു. അതേപോലെ 48 വർഷത്തോളം ഖാദിയായ മഹാനായ സയ്യിദുനാ താജുൽ ഉലമയുടെ ആയിട്ട് കിടീറായ ആ മഹാന്റെ തിരുസഭയ്ക്കിടങ്ങ നങ്ങ ആ മഹാനൊട്ടു അല്ലാഹു നിങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അത് നിങ്ങൾ ആഗ്രഹിക്കണതല്ലേ മുഅ്മിനീങ്ങളെ? അതാഗ്രഹിക്കാത്ത മുഅ്മിനീങ്ങളുണ്ടോ? ആ ആഗ്രഹിക്കണ നിങ്ങൾ മാൻ കാട്ടിത്തന്ന തുറു മുന്നോട്ട് പോകണോ? അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. കൂടെ വന്ന് പലക്കെ പറഞ്ഞപ്പോ സന്തോഷായിട്ട് അൽഹംദുലില്ലാ. നല്ല പാലക്കാർ ഒരു തെറ്റും ഒരു തമ്മാടിത്തരത്തും കൊണ്ട് മക്കയില്ലേട്ട് വിഷയം തായിട്ട് അള്ളാഹു നിങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. SSF പ്രവർത്തിക്കുന്നതല്ലേ മോമിനിങ്ങളെ? നന്റെ പലക്കത്തെ മുന്നിലൂടെ ഭാഷണാക്കിയ മുഹമ്മദ് അലി, അള്ളാഹു അദ്ദേഹത്തിനെയും ഖൈറുകൾ നീ നൽകണം റഹ്മാനെ. അയാൾ ഒരു വലിയ ആലിമല്ല, വലിയ പണ്ഡിതനല്ല, ഒരു സയ്യിദല്ല. പക്ഷേ നിങ്ങളെ ദുർലഭിച്ചിട്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ പറ്റി പരിചയപ്പെടുത്തിയിട്ട് വിശാലമായി നിരർഗളമായ പലക്ക പറഞ്ഞില്ലേ? അയാൾ ഈ പലക്ക പറയുക പഠിച്ചിരവിടായിട്ട് നിങ്ങളോട്ട് കേട്ടിട്ടായെങ്കിൽ അയാൾക്ക് അത് തെറു തുറന്നു കൊടുത്തത് ഈ മഹത്തായ സംഘടന SSF അല്ലേ? ആ SSF വളർന്നു വലുതായ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അയാളെ കാണുമ്പോ ഈ റായത്തുള്ള മോമിനിങ്ങളെ അസൂയയില്ലേ? നന്റെ മോണും അതുപോലെ ഒരു പ്രഭാഷകനായി സ്വാലിഹീങ്ങളെ കൂടെ നിന്നിട്ട് ജനങ്ങൾക്ക് നല്ല മാർഗദർശനം കൊടുക്കണ ചെറുക്കാവണോ ചെന്നിട്ടോ? ആഗ്രഹിക്കാത്ത മോമിനിങ്ങളുണ്ടോ? അതുദ്ദേശിക്കാത്ത ഉമ്മമാരുണ്ടോ? അതുദ്ദേശിക്കാത്ത രക്ഷകന്മാരുണ്ടോ? ഞങ്ങളെല്ലാരെയും മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. മക്കയുണ്ട് ചൊമ്മ കിടക്കാവൊരിക്കത്തൊരു കാലഘട്ടത്തല്ലേ ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളത്. എന്നെ പോയി നോക്കിണ്ടെങ്കിലും കാഞ്ചത്തിലും മക്ക പെട്ടുപോണ്ടിരിക്കത്ത അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഇപ്പുറത്തെ സെൻസസ് ഓതി നോക്കുമ്പോഴത്തോ ഞങ്ങളെ മക്കളെ കോളേജിൽ കിടത്തുക പേടിയാവൂടൂ, ക്യാമ്പസ് കിടത്തുക പേടിയാവൂടൂ. എന്തേ ഉമ്മമാരെ, എന്തേ രക്ഷിതാക്കളെ? 12 വയസ്സത്തോളം ഞങ്ങളെ മക്ക ഞങ്ങ ചൊന്നത് കേൾക്കുവാറ്. 12 വയസ്സിൽ പിന്നെ 13ാമത്തെ വയസ്സ് ടീനേജല്ലേ? ആ ടീനേജില് ഞങ്ങളെ മക്ക ഞങ്ങ ചെന്നത് കേൾക്കാത്തിരിക്കത്തൊരു കാലല്ലേ, അത് സമയല്ലേ അത്? ആ സമയത്ത് ഈ മക്കളെ ആരേറ്റെടുക്കണോ? ആ മക്കൾക്ക് സന്മാർഗം കാട്ടിക്കൊടുക്കണങ്ങാറ്. അതാണോടെ SSF ആക്കിടത്. 12 വയസ്സ് കഴിഞ്ഞെങ്കില് അഥവാ 12 വയസ്സായ പ്രതിയൊരു മക്കളെയും SSF ഏറ്റെടുക്കിട്. അങ്ങനേറായ തെറുകാട്ടി കൊടുക്കടോ. സുബ്ഹാനല്ലാഹ്. ചൊന്നില്ലേ ഇപ്പത്തെ സെൻസസ് പ്രകാരം ക്യാമ്പസ് പോണ്ട വിദ്യാർത്ഥികളായിട്ടിക്കട് 189% ആൽമാറും ഈ ലോകത്ത് അഥവാ ഇന്ത്യ രാജ്യത്ത് ഗാഞ്ചത്തിക്ക് ബലിയാവുടത്. കോളേജും അതുപോലെ സ്കൂളും പോണ്ട മക്ക ഈ വാർത്ത കേൾക്കുമ്പോ ഞങ്ങളെ മക്കളെ ഞങ്ങൾ എങ്ങനെ സ്കൂളുകൾ കടത്തണോ? ആ മക്കളെ ചങ്ങായി പാട് ആറൊത്തകൂ. രക്ഷിതാക്കളെ, ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രജ്ഞ വേണ്ടി. ഞങ്ങൾ ഒരു ബാപ്പ ചൊന്നെങ്കിൽ ഒരു ഉമ്മ ചൊന്നെങ്കിൽ അതിലെ അർത്ഥ രക്ഷിതാവൂട്ടല്ലേ? രക്ഷിതാവോ ചൊന്നെങ്കിൽ രക്ഷപ്പെടുത്തുന്നവണൂട്ടല്ലേ? മക്ക കാഞ്ചത്തെ പർവ്വത്തിൽ പോയെങ്കിൽ രക്ഷപ്പെടുവാറാ. വ്യഭിചാരത്തെ പർവ്വത്തില് പോയെങ്കിൽ രക്ഷപ്പെടുവാറാ. പോലിമാരെ പർവ്വത്തില് പോയെങ്കിൽ മക്ക രക്ഷപ്പെടുവാറാ.
മക്ക രക്ഷപ്പെടണ്ടേ, ആ മക്കളെ ഞങ്ങൾ ഏറ്റെടുക്കരുത്, ഞങ്ങൾ കൊടുക്കണായത് സംഘടനയുടെ കയ്യിലല്ലേ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്യാമ്പസിൽ പോണ്ട മക്കളെ സലാമത്താക്കോ. ക്യാമ്പസ് SSF ഇവിടെ പ്രവർത്തിക്കട്. എന്റെ പലക്കെ കേക്കട ഉമ്മമാരെ, നിങ്ങളെ മോണ്ടൊട്ടുക നാളെ കേട്ടു നോക്കൂ. നിങ്ങളെ സ്കൂളിൽ SSF ഉണ്ടൂല മോനെ, നീന് മെമ്പർഷിപ്പ് എടുത്തരേ ചൊന്നിട്ടോ മക്കളൊട്ടോ കേട്ടു നോക്കൂ. ഈ മക്കളെ ആഖിറത്തിൽ കൈപിടിക്കണ മക്കാവണ്ടേ, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കാവണ്ടേ. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ മക്കളൊട്ട് കേൾക്കണോ. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലില്ലേ, മാനഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഏതൊരു ഉമ്മവും ഏതൊരു അപ്പവും അങ്ങനെ മക്കൾ കൊടുക്കണ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തോ മക്കൾക്ക് കൊടുക്കണോ. ഏറ്റവും വലിയ ഗിഫ്റ്റ് നീ SSLC പാസ്സായെങ്കിൽ നിൽക്കുന്ന ഐഫോൺ എടുത്തു തന്നെ, അതല്ല. നിൽക്കുന്നതാണ് ടാബ് എടുത്ത് തന്നെ ചൊല്ലതല്ല, നിൽക്കുന്നതാണ് ലാപ്ടോപ്പ് എടുത്ത് തന്നെ ചൊല്ലതല്ല. മാനഹല വാലിദുൻ വലഹു അഫ്ളല മിൻ അദബിൻ ഹസനിൻ. നല്ല ശിസ്തു, നല്ല അദബു നിങ്ങളെ മക്കൾക്ക് പഠിപ്പാട്ടതിരക്കാണ് വലിയൊരു ഗിഫ്റ്റ്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുകയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ നല്ല പലക്ക് കേൾക്കുന്ന രക്ഷിതാക്കളെ, മക്കൾക്ക് വേണായിട്ട് സ്വത്താക്കണോ തന്നിട്ടോ ഹബീബായ നബി തങ്ങള് പഠിപ്പാട്ടില്ല. ആ മുത്തു നബി തങ്ങളെ സ്വഹാബത്ത് പഠിപ്പാട്ടില്ല. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ വഫാത്തായി പോമ്പോ വദിറൂഹു മർഹൂനതുൻ ഇൻദ യഹൂദി. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് പോമ്പോ ഇട്ടോണ്ടിരിക്കത്തെ പടയെങ്കിയുണ്ടല്ലേ, അതൊരു ജൂതട ഔത്തുലോ, അതൊരു യഹൂദിന ഔത്തുലോ. അത് പണയ വെച്ചിട്ടിന്ത് ഞങ്ങളുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബംഗാറ് പണയ വെച്ചിട്ട് വട്ടി കൊടുക്കുന്നത് പോലെയുള്ള പണയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആവശ്യത്തിന് പൈസ എടുത്തിട്ട് ആ പൈസ വാപ്പാസ് കൊടുത്തിട്ട് അതേപോലെ ആ സാധനം തിരിച്ചെടുക്കണ പണയാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെയല്ലേ. റഅയ്തുൽ ഹിലാല അബിൽ ഹിലാല അബിൽ ഹിലാൽ മാ ഔഖദ ഫീ ബൈതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാറൻ ലിത്വആം. അതേ റഅയ്തുൽ ഹിലാല അബിൽ ഹിലാല അബിൽ ഹിലാൽ സ്വഹാബി വരിയനെ ചൊല്ലുടൂ. ഒരു തിങ്കളോ രണ്ട് തിങ്കളോ മൂന്ന് തിങ്കളായിട്ട് മാ ഔഖദ ഫീ ബൈതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാറൻ ലിത്വആം. നബി തങ്ങളെ ഔത്തുലോ ചോറുണ്ടാക്കുകയോ ഫുഡുണ്ടാക്കുകയോ തീകത്ത് വാട്ടിയിട്ടില്ല. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെയല്ലേ. പക്ഷേ മുത്തു നബി തങ്ങൾക്ക് അത്ര ജീവിതത്തിൽ കഷ്ടമെങ്കിലോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖർച്ചാക്കണ എവിടെ ഖർച്ചാക്കാണ്ട് വെച്ചിട്ടില്ല, ചെലവാക്കണ എവിടെ ചെലവാക്കാണ്ട് വെച്ചിട്ടില്ല. ഈ ലോകത്ത് സുബ്ഹാനല്ലാഹ് ഹജ്ജ് പെരുന്നാൾ വരുമ്പോ ഞങ്ങൾ ഉദ്ഹിയത്ത് അറുത്ത് കൊടുക്കില്ലേ, അതേ ഖുർബാനി അറുത്ത് കൊടുക്കില്ലേ. തുർക്കിലുള്ള മുതലാളിമാരെ പണക്കാരെ ഞങ്ങൾ തോല എത്രയാണ് ഉദ്ഹിയത്ത് കൊടുത്തത്? ഉദ്ഹിയത്ത് ഞങ്ങൾ എത്ര കൊടുത്തറ ഉസ്താദേ? ഞാൻ എല്ലാ
വർഷവും ഒരു ആട് കൊടുക്കടെ, അല്ലെങ്കിൽ വേറേതെങ്കിലും മൃഗത്തിനൊട്ടുകുന്നാണ് ഷേറാവൂട്. ഇതല്ലാണ്ട് നിനക്ക് ചൊല്ലുകൊണ്ടോ? എന്നാൽ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ ലോകത്തെ ഏറ്റവും ജാസ്തി ഉളഹിയത്ത് കൊടുത്ത നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ആടിന്റെ ഉളഹിയത്ത് അറുത്ത് കൊടുത്തു. ഇന്ത് 63 ആടും ഹബീബായ നബി തങ്ങളെ കൈകൊണ്ട് സ്വന്തം അറുത്തു. ഇന്ത് ബാക്കി 37 ആട് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അറുത്ത് കൊടുത്തു. ഇന്ത് ഔത്തുലോ 3 തിങ്കളോ ആഹാരത്തിക്ക് തീകത്ത് മാട്ടാത്തോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 100 ആട് ഉളഹിയത്ത് കൊടുത്തു ചൊല്ലുമ്പോ ആ മുത്ത് നബി തങ്ങളെ പോലെ ലോകത്തൊരു മുതലാളിയുണ്ടോ? ആ മുത്ത് നബി തങ്ങൾ വഫാത്തായി പോകുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സുഹൃത്തുക്കളെ സ്വത്തുണ്ടാക്കി വെച്ചിട്ടില്ല. ലോകത്തെ നേതാവിടെ ആദർശാദല്ലേ. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദ്, നന്റെ മോള് ഫാത്തിമ കട്ടെങ്കിലോ ഫാത്തിമയുടെ കൈമുറിക്കുക. കൊണ്ടാട്ട കാട്ടിയിട്ട് ബുദ്ധി പെടക്കാക്കിയിട്ടില്ല. നന്റെ മോള് ഫാത്തിമ കട്ടെങ്കോ കൈ കൊത്താട്ട മുടാലേട്ട് ലോകത്തോട് നീതി മാത്ര പഠിപ്പാട്ടിയോ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഓ സുഹൃത്തുക്കളെ, മക്കക്ക് പഠിപ്പാട്ടിയത് അദബല്ലയോ? മക്കക്ക് പഠിപ്പാട്ടിയത് സിസ്റ്റല്ലയോ? മുത്തുനബി തങ്ങൾ ഐഫോൺ കൊടുത്തില്ല, ലാപ്ടോപ്പ് കൊടുത്തില്ല. അതുകൊണ്ട് മക്കക്ക് നല്ല സിസ്റ്റ പഠിപ്പാട്ടണോ?